പഴയ കാലത്തൊക്കെ നാളെ എന്ത് തിന്നും എന്ത് കുടിക്കും എന്നുള്ള ഒരു ചിന്തയായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ചിന്ത, ഇന്നത്തെ കാലഘട്ടത്തിൽ ആ ചിന്തയ്ക്കൊക്കെ കുറച്ച് വ്യത്യാസമാണ്. എന്തെങ്കിലുമൊക്കെ കഴിക്കാനും കുടിക്കാനും ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. പക്ഷെങ്കിൽ നമ്മൾ നാളെ ജീവനോടിരിക്കുമോ? അതാണ് നമ്മുടെ പേടി. സന്തോഷമുള്ള ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമോ? നമ്മുടെ കുടുംബത്തിൽ ഒരു ആനന്ദം തേടി വരുമോ? നാളത്തെ ദിവസം എങ്ങനെയുള്ള ദിവസമാണ്? കഴിക്കാനും കുടിക്കാനും ഒക്കെ മനുഷ്യരുടെ കയ്യിൽ ഒരുപാട് ക്രമീകരണങ്ങൾ ചെയ്യാം. ഇല്ലെങ്കിൽ ആഹാരത്തിനൊക്കെ ഒരുപാട് സർപ്ലസ് ഒക്കെ ഇന്നത്തെ കാലത്തൊക്കെ അങ്ങുവിജയെല്ലാം ഉണ്ടായിട്ടുണ്ട്. ജോലി ചെയ്താൽ തന്നെ നമുക്കൊരു ദിവസത്തെ കഴിക്കാനുള്ള ഒരു ശമ്പളമൊക്കെ കിട്ടും. എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ കിട്ടുകയും ചെയ്യും. പക്ഷെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ആശ്വാസമുണ്ടാകുന്ന ഒരു പ്രഭാതം നമുക്ക് ലഭിക്കുമോ? അതാണ് ചിന്ത. എല്ലാം ഉണ്ടെങ്കിലും സമാധാനമില്ലാത്ത ദിവസങ്ങളല്ലേ നമ്മളെ ചുറ്റി ഭരിക്കുന്നത്. ആശ്വാസത്തോടു കൂടി ഒന്നും ഉറങ്ങാൻ കഴിയുന്നില്ല. ഒന്നാമത്തെ കാര്യം, ജീവനുള്ളവരുടെ ദേശത്ത് നാം അവശേഷിക്കുമോ എന്നുള്ള ഒരു നിശ്ചയക്കുറവ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതയാമം ജീവനുള്ളവരുടെ ദേശത്ത് വെച്ച് കാണുവാൻ കർത്താവ് നമുക്ക് വീണ്ടും വലിയ ഭാഗ്യത്തെ തന്ന മഹാദൈവത്തിൻ്റെ ദയയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം മനുഷ്യനോട് കൊടുക്കുന്ന ഒരു വാഗ്ദത്തം, നിശ്ചയം, സന്തോഷത്തെക്കുറിച്ച്, സമാധാനത്തെക്കുറിച്ച്, ആശ്വാസത്തെക്കുറിച്ച് നിശ്ചയമില്ലാത്ത ഒരു കൂട്ടം മനുഷ്യരോട് ദൈവത്തിന് സംസാരിക്കുവാനുള്ള ഒരു വചനം. യെശയ്യാപ്രവചനം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. അന്നാളിൽ നിങ്ങൾ പറയുന്നത് എന്തെന്നാൽ, യഹോവേ, നിന്റെ കോപം ഞങ്ങളുടെ ഇടയിൽ നിന്ന് മാറി. നീ എന്നോട് കോപിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷെങ്കിൽ നിന്റെ കോപം മാറി, നീ ഞങ്ങളെ ആശ്വസിപ്പിച്ചിരിക്കയാൽ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ കോപം എന്ന് പറയുന്നതായ ഒരു കാര്യം, നാം ഇച്ഛിക്കുന്നത് ലഭിക്കാതിരിക്കുമ്പോൾ, ഇല്ലെങ്കിൽ നമ്മുടെ ആശയങ്ങൾക്കും നമ്മുടെ സന്തോഷത്തിനും വിരോധമായി കാര്യങ്ങൾ നീങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലെ ചിന്ത, ദൈവം നമ്മോട് കോപിച്ചിരിക്കുന്നു. തൊടുന്നതെല്ലാം നഷ്ടം, തൊടുന്നതെല്ലാം സങ്കടം, പറയുന്നതെല്ലാം ഏതെങ്കിലും രീതിയിലുള്ള ഒരു ദുഃഖത്തിൻ്റെ കാരണമാക്കുന്ന രീതികൾ. കുടുംബത്തിൽ സമാധാനമില്ല, ദേശത്ത് സമാധാനമില്ല, ജോലി ചെയ്യുന്നിടത്ത് സ്വസ്ഥതയില്ല, പോകുന്ന ദേശത്തൊന്നും സ്വസ്ഥതയില്ലാത്തൊരനുഭവം. എന്തുണ്ടെങ്കിലും മനസ്സിനെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ദൈവം നമ്മോട് കോപിച്ചിരിക്കുന്നുള്ള ഒരു ചിന്ത. എന്നാൽ ദൈവം ഈ പ്രഭാതത്തിൽ നമ്മോട് വാഗ്ദത്തം ചെയ്യുകയാണ്, നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ സന്തോഷത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ സന്തോഷിക്കുന്ന ഒരു ദിവസമുണ്ട്. നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ പറയും. എന്താണെന്നറിയാമോ? കർത്താവേ, നീ ഞങ്ങളോട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കോപിച്ചു, ഞങ്ങൾക്ക് ദോഷകരമായ പല കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുകൂടി, ഞങ്ങൾ വളരെ കരഞ്ഞു, ഹൃദയം പൊട്ടിപ്പോയി, നീ ഞങ്ങളെ കൈവിട്ടോ എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയി, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കുന്നില്ലേ, നിന്നെ വെറുതെയാണോ ഞങ്ങൾ ആരാധിച്ചതെന്നൊക്കെ പലപ്പോഴും ഞങ്ങൾ അങ്ങ് നാവെടുത്ത് പറഞ്ഞുപോയി. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ സന്തോഷത്തെ കാണുന്നു. അതുകൊണ്ട് ആശ്വാസം ഞങ്ങളുടെ ഹൃദയത്തിൽ കടന്നു വന്നു. ദൈവം പറയുന്നത്, ഈ ആശ്വാസത്തെക്കാളും സന്തോഷത്തെക്കാളും ദൈവത്തിന് നമ്മോട് സംസാരിക്കുവാനുള്ളത് അന്നാളിൽ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു ദിവസം നിന്റെ ജീവിതത്തിൽ നിനക്ക് ലഭിക്കുവാനുണ്ട്. നിനക്ക് അങ്ങനെ ഒരു ദിവസത്തെ കുറിച്ച് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുവാൻ കഴിയും. ദൈവം നമ്മോട് കോപിച്ചു കഴിഞ്ഞാൽ ആ കോപത്തെ ദൈവം മാറ്റുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? ആ മാറ്റുമ്പോൾ ആ കോപിച്ചിരുന്ന സ്ഥാനത്ത് അത്രയും ഗ്യാപ്പിനകത്ത് ആശ്വാസം കൊണ്ട് നിറയ്ക്കും. ഈ ലോകത്തിലെ ജീവിതത്തിൽ മാനുഷികമായിട്ടുള്ള ബന്ധത്തിൽ രണ്ടുപേർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ, അല്ലെങ്കിൽ വൈരാഗ്യമായാൽ, കോപികളായാൽ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിച്ചാൽ, ദോഷമായത് പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു ദിവസം ആർക്കെങ്കിലും അല്ലെങ്കിൽ രണ്ടു കൂട്ടർക്കും തന്നെ ദുഃഖമുണ്ടാകുമ്പോൾ അവർ ചെന്ന് ക്ഷമ ചോദിക്കുന്നിരിക്കട്ടെ, സഹോദരായ എന്നോട് ക്ഷമിക്കണം, അല്ലെങ്കിൽ ഇന്ന തെറ്റുകളൊക്കെ എന്നിൽ സംഭവിച്ചു എന്നൊക്കെ നമ്മൾ ഏറ്റു പറയുമ്പോൾ ആ സഹോദരൻ എന്ത് പറയും? സാരമില്ല, ക്ഷമിച്ചിരിക്കുന്നു, ഞാൻ വിട്ടുകളഞ്ഞു,
എൻ്റെ മനസ്സിലൊന്നുമില്ല. അത്രയേ ഉള്ളൂ. അതാണ് മനുഷ്യൻ. എന്നാൽ ദൈവമനുഷ്യരും ദൈവവും തമ്മിലുള്ളതായ ആ ക്ഷമയും അല്ലെങ്കിൽ ആ ഒരു ഒത്തുചേരലും എന്താണെന്ന് അറിയാമോ? ആ ക്ഷമിക്കുന്ന സ്ഥാനത്ത് അവരിൽ കോപം സംഭരിച്ചതായ ഒരു മനസ്സിൽ, ഹൃദയത്തിൽ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികളിലൊക്കെയും ഇതാ ആശ്വാസത്തെ കൊണ്ട് നിറയ്ക്കുന്നു. എന്നാൽ മനുഷ്യർ അങ്ങനെ ചെയ്യുകയില്ല. ദൈവമോ ആശ്വാസം കൊണ്ടുവരുന്നു. നിന്നോട് കോപിച്ചിരുന്ന സ്ഥാനത്തൊക്കെ ദൈവം തന്റെ കോപത്തിൽ നിന്ന് പിന്മാറി എന്ന് നിനക്ക് ബോധ്യപ്പെടുത്തേണ്ടതിന് നിന്റെ ജീവിതത്തിൽ ആശ്വാസം കൊണ്ടുവരുന്നു. യോസേഫിന്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. യോസേഫിന്റെ സഹോദരന്മാർ തന്നോട് ചെയ്തതായ കാര്യത്തെക്കുറിച്ച് നമുക്ക് നല്ലതുപോലെ അറിയാം. തന്നെ പൊട്ടക്കണറ്റിലിട്ടു. അപ്പൻ ഈ ചേട്ടന്മാരെ അന്വേഷിക്കാൻ വേണ്ടി അവരുടെ സുഖവിവരം അറിയുന്നതിന് വേണ്ടി അവർക്ക് നല്ല നല്ല കാര്യങ്ങളും ഒക്കെ കൊടുത്ത്, അല്ലെങ്കിൽ സമ്മാനങ്ങൾ കൊടുത്ത്, ആഹാരം കൊടുത്ത്, വിശേഷ വസ്തുക്കൾ കൊടുത്ത് ഒക്കെ പറഞ്ഞയച്ചതാണ്. എന്നാൽ ഈ സഹോദരൻ ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ ആ ജ്യേഷ്ഠന്മാർ പറയാണ്, ഇതാ സ്വപ്നക്കാരൻ വരുന്നു. ആ സ്വപ്നക്കാരനെ കൊന്ന് നമുക്ക് അവനെ മൂടിക്കളയാം, അവന്റെ പേര് ഇല്ലാതാക്കാം. അവൻ വീട്ടിൽ വലിയ പ്രശ്നക്കാരനാണ്. അവൻ എന്നും നാളത്തെ കുറിച്ച് സ്വപ്നം കാണും. നാളെ ഒരു ദിവസത്തെ കുറിച്ച് അവന്റെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. നമ്മളത് കേട്ട് അങ്ങ് മടുത്തിരിക്കുക. അതുകൊണ്ട് നമുക്ക് അവനെ കൊന്നുകളയാം. അതുകൊണ്ട് എന്താണെന്ന് അറിയാമോ? അവർ തമ്മിലുള്ളതായ ജ്യേഷ്ഠന്മാർ തമ്മിൽ സംസാരിച്ചു, ഇടപെട്ടു, പല കാര്യങ്ങളിൽ അവർ ആലോചന നടത്തി. ഒടുവിൽ അവനെ പൊട്ടക്കണറ്റിൽ ഇട്ട് കളയുവാൻ തീരുമാനിച്ചു. വീണ്ടും ഒരു സഹോദരന് ബോധ്യമുണ്ടായി, വേണ്ട, നമ്മുടെ കൺമുമ്പിൽ വെച്ച് അവനെ പൊട്ടക്കണത്തിൽ ഇട്ടിട്ട് പോകുന്നത് അവന്റെ കരച്ചിൽ കേട്ടിട്ട് എനിക്ക് സഹിച്ചുകൊണ്ടൊരു കാര്യം ചെയ്യാം, എങ്ങനെങ്കിലും രക്ഷപ്പെട്ടു പോട്ട്, അവനെ ഇസ്മായിലിയർക്ക് നമുക്ക് കച്ചവടം ചെയ്യാം. അടിമയായി വിറ്റു. ഒരു സഹോദരനെ അവരടിമയായി പൊട്ടക്കണറ്റിൽ നിന്ന് വലിച്ചു കയറ്റി സഹോദരൻ ഇസ്മായിലിയർക്ക്, മനുഷ്യ കച്ചവടക്കാർക്ക് അവനെ വിറ്റു. അവന്റെ ജീവിതത്തിൽ ഒരുപാട് ദോഷങ്ങൾ അവൻ അനുഭവിക്കുകയുണ്ടായി. കാരാഗ്രഹത്തിൽ കിടന്നു, പട്ടിണി കിടന്നു, ഒരുപാട് യാതന പോയിടത്തെല്ലാം സങ്കടം പറയുവാനും ആശ്വാസം പറയുവാനും ആരുമില്ല. സ്വന്തം ഭാഷ സംസാരിക്കുന്നവരെ ആരും കാണാനില്ല. എല്ലാം ശത്രുതാ മനോഭാവത്തോടുകൂടെ ഇടപെടുന്ന ഒരു സ്ഥാനത്തേക്ക് അവന് പോകാനിടയായി. പക്ഷെങ്കിൽ ദൈവം അവനിൽ ചില നാളുകൾ കണ്ടിരുന്നതിനാൽ, അവനിൽ കൂടെ ദൈവത്തിന്റെ ജനത്തിന് ചില നാളത്തെ ദിവസം സൃഷ്ടിക്കുവാൻ ദൈവത്തിന് ബാക്കിയുണ്ടായിരുന്നതിനാൽ ദൈവത്തിന്റെ ആത്മാവ് അവനോട് കൂടെയിരുന്നു. അവന് രക്ഷയുണ്ടായി, അവന് ഉയർച്ചയുണ്ടായി, മിസ്രയീമിലെ മന്ത്രിയായി, അവനിൽ ധാന്യത്തിന്റെ ചുമതലക്കാരനായി. അവന്റെ സഹോദരന്മാർ അവന്റെ അടുത്ത് ധാന്യത്തിന് വേണ്ടി വന്ന് കാത്തു നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. എന്താണ് സംഭവിച്ചത്? ചുരുക്കി പറഞ്ഞാൽ, യോസേഫ് തന്റെ ജീവിതത്തിലുള്ള സഹോദരന്മാരെ കണ്ടവന് തിരിച്ചറിഞ്ഞു. അവന് വ്യക്തമായി ജ്യേഷ്ഠന്മാരുടെ മുഖത്തെ പാടുകളും അല്ലെങ്കിൽ ലക്ഷണങ്ങളും അവരുടെ സംസാരങ്ങളും ഒക്കെ കേട്ടപ്പോൾ യോസേഫിന്റെ ഹൃദയം തകർന്നുപോയി. അവൻ അവരെ വിളിച്ചു കൊണ്ടുപോയി അവരെ തന്നെ വെളിപ്പെടുത്തുകയാണ്, നിങ്ങൾ ഇസ്മായേലിയർക്ക് വിറ്റുകളഞ്ഞ യോസേഫാകുന്നു ഞാൻ, പൊട്ടക്കണറ്റിൽ ഇട്ട് കളഞ്ഞതായ നിങ്ങളുടെ സഹോദരൻ യോസേഫാകുന്നു ഞാൻ. അത് പറഞ്ഞപ്പോൾ അവന്റെ സഹോദരന്മാരുടെ ഹൃദയം തകർന്നുപോയി. അവർ വിചാരിച്ചു, അയ്യോ, ഇവനിപ്പോൾ ഞങ്ങളെ പോലീസുകാരെ കൊണ്ട് ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുമായിരിക്കും, ഞങ്ങളോട് പകരം വീട്ടുമായിരിക്കുമെന്ന് സഹോദരന്മാരുടെ ഭയം മാറാതവരിൽ നിന്നു. എന്നാൽ യോസേഫിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ? അവനിൽ നിന്ന് കോപം മാറിയപ്പോൾ അവന്റെ സഹോദരന്മാരോട് അവൻ പറയാണ്, സഹോദരന്മാരെ, ഇങ്ങോട്ട് അടുത്ത് വരുവീൻ, ഞാൻ നിങ്ങളെ ചുംബിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് കൊടുക്കുന്നതായ ആ ഭക്തി, ഒരു ദൈവിക ഭക്തിയുള്ളതായ ഒരു ഭക്തൻ, ദൈവഭക്തന്റെ വാക്ക്, ഇങ്ങോട്ട് അടുത്ത് വരുവീൻ, ഞാൻ ചുംബിക്കട്ടെ. കോപം മാറി ആശ്വാസത്തെ കൊണ്ട് നിറയ്ക്കുകയാണ്. ദൈവ മനുഷ്യർക്ക് മാത്രമേ കോപം മാറുമ്പോൾ ആശ്വാസത്തെ കൊണ്ട് നിറയ്ക്കുവാൻ കഴിയുള്ളൂ. അതാണ് യഥാർത്ഥമായ നിരപ്പിന്റെ ശുശ്രൂഷ. നാം കോപിച്ചു കഴിഞ്ഞാൽ ആ കോപത്തെ ക്ഷമിക്കുന്നതല്ല ദൈവിക സ്വഭാവം. ക്ഷമിക്കുന്ന സ്ഥാനത്ത്, വിട്ടുകളഞ്ഞ കോപത്തിന്റെ സ്ഥാനത്ത് ആശ്വാസത്തിന്റെ വാക്കുകളും സ്നേഹത്തിന്റെ ധാരയുമായി അതിനെ നിറയ്ക്കുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ദൈവ മനുഷ്യന്റെ ലക്ഷണം. ഇതാ ദൈവം നിന്നോട് പറയുകയാണ്, നിന്റെ മുൻപിൽ ഒരു ദിവസമുണ്ട്. എന്താണെന്ന് അറിയാമോ? ഒരു മഹാദിവസം, നിന്റെ ജീവിതത്തിൽ ചിന്തിച്ചിട്ടില്ലാത്ത ഒരു ദിവസം, നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇനി ഉണ്ടാകുകയില്ല, നിനക്ക് കാണുവാൻ കഴിയുകയില്ല എന്ന് നിന്നെ തന്നെ നീ അല്ലെങ്കിൽ ശപിച്ചുകൊണ്ടിരുന്നതായ ഒരു ദിവസം
സന്തോഷത്തിന്റെ വാക്കും ആശ്വാസത്തിന്റെ വാക്കും നിന്നിൽ നിന്ന് ഉരുത്തിരിയുകയില്ല. നിന്റെ കുഞ്ഞുങ്ങൾ നിന്നോട് ആശ്വാസത്തിന്റെ വാക്കുകൾ കേട്ട് നിന്നെ ഭയപ്പെടുവാനും നിന്നോടൊപ്പം സന്തോഷിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുകയില്ല. നിന്റെ കുടുംബത്തിൽ നീ ഒരു ഐശ്വര്യപൂർണമായ ജീവിതം ചെയ്യുമെന്നും സമൃദ്ധിയുടെ ജീവിതം നയിക്കുമെന്നും ആശ്വാസം കൊണ്ട് നിന്റെ ഭവനം നിറയുമെന്നുള്ളതായ പ്രത്യാശ മുഴുവനും നഷ്ടപ്പെട്ട ഒരു ദിവസം ദൈവം നിന്നോട് പറയാണ്, ഇല്ല, നിനക്കൊരു പ്രത്യാശയുണ്ട്. അന്നാളിൽ നീ പറയുന്നത് എന്തെന്നാൽ, യഹോവേ, നീ എന്നോട് കോപിച്ചു, ഇപ്പോഴും നിന്റെ കോപം മാറി. നിന്റെ കോപം മാറിയത് ഞാൻ എങ്ങനെ തിരിച്ചറിഞ്ഞു? നീ എന്നെ ആശ്വാസം കൊണ്ട് എന്നെ നിറച്ചു. നീ തന്ന ആശ്വാസത്തെ ഞാൻ കാണുന്നു. ആ ആശ്വാസം എന്റെ മനസ്സിൽ വന്നപ്പോൾ, എന്റെ കുഞ്ഞുങ്ങളിൽ വന്നപ്പോൾ, എന്റെ കുടുംബത്തിൽ വന്നപ്പോൾ, ഞാൻ പോകുന്നിടത്തൊക്കെ വന്നപ്പോൾ, എന്റെ ജോലി സ്ഥലത്ത് വന്നപ്പോൾ, ഞാൻ ഇടപെടുന്നിടത്ത് നിന്റെ ആശ്വാസം വന്നപ്പോൾ, ഞാൻ കണ്ണുനീരൊഴുക്കിയതായ കാര്യങ്ങളിലൊക്കെയും അതാ സ്ഥാനത്തൊക്കെയും ഇതാ സമാധാനം നിറഞ്ഞു വരുന്നു, ആശ്വാസം നിറഞ്ഞു വരുന്നു. അപ്പോൾ ഞാൻ നിന്നോട് ഒരു കാര്യം ചെയ്യും. എന്താണ്? പിന്നെ മനുഷ്യന്റെ ചുമതലയാണ്. ദൈവം തനിക്കുള്ളത് ചെയ്തു കഴിഞ്ഞപ്പോൾ യഥാർത്ഥമായി അത് അനുഭവിക്കാൻ വിധിക്കപ്പെട്ട മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ഇതാ ഒരു നക്ഷത്രം പോലെ ഒരു വാക്കുദിക്കുന്നു, ഞാൻ നിനക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആശ്വാസത്തിന്റെ ഒരു വാക്ക് നാം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നന്ദിയുള്ള ഒരു ഹൃദയത്തിന്റെ വാക്ക് അല്ലെങ്കിൽ നന്ദി നിറഞ്ഞതായ സ്തോത്രസ്വരം ഉയരണം. അപ്പോൾ സങ്കീർത്തനക്കാരൻ വീണ്ടും അവിടെ നമ്മളോട് പറയുന്നതായ ഒരു കാര്യം, ഇത് നീ മാത്രം അറിഞ്ഞാൽ പോരാ, ഭൂമിയിൽ സകല മനുഷ്യർക്കും ഇത് പ്രസിദ്ധമായി വരണം. ഈ സന്തോഷത്തിന്റെ വാക്ക് അന്നാളിനെ കുറിച്ച്, അങ്ങനെ ഒരു ദിവസത്തെ കുറിച്ചുള്ളതായ ഒരു സന്ദേശം, ഇത് നിന്റെ മാത്രം സന്ദേശമല്ല, ഭൂമിയിലെ സകല ജാതികൾക്കും ഇത് പ്രസിദ്ധമായി വരേണ്ടതിന് ദൈവം തരുന്നതായ സമാധാനത്തിന്റെ ആശ്വാസത്തിന്റെ ദിവസത്തെ കുറിച്ചുള്ളതായ ഒരു സന്ദേശം നിന്റെ ചർച്ചക്കാർക്കും നിന്റെ ദേശക്കാർക്കും അല്ല, അങ്ങേപ്പുറം സകല ജാതികളും സകല ഭൂസിംഹവാസികളും അനുഭവിക്കേണ്ടതിന് ദൈവം ആശ്വാസം കൊണ്ട് നിറയ്ക്കുന്ന രക്ഷകനായ ദൈവമെന്ന് നിന്റെ വായിൽ നിന്ന് ഒരു വാക്ക് പ്രസിദ്ധീകരണത്തിനായി കടന്നു വരണം. നിന്റെ വാക്കുകൊണ്ട് ജനങ്ങൾ അറിയണം, നിന്റെ അയൽവക്കക്കാർ അറിയണം, നിന്നെ ദൈവം കോപത്തിൽ നിന്ന് വിടുവിച്ചു, കോപം നിന്നെ വിട്ടു മാറി, ആശ്വാസത്തിന്റെ നിറവിനാൽ നിന്നെ നിറച്ചിരിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങൾ ആശ്വാസത്തെ കാണുന്നു. വരുവീൻ സഹോദരങ്ങളെ, എന്റെ ഭവനത്തിലേക്ക് ഒന്ന് വരുവീൻ. ഞങ്ങൾ സംസാരിക്കുന്ന വാക്കിപ്പോൾ ആശ്വാസത്തിന്റെ വാക്കാണ്, സ്നേഹത്തിന്റെ വാക്കാണ്. മുമ്പ് ഞങ്ങൾ പള്ളു പറഞ്ഞുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ തമ്മിൽ ശപിച്ചുകൊണ്ടിരുന്നു, തമ്മിൽ ദുഷിച്ചുകൊണ്ടിരുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ വാക്കിന് വ്യത്യാസം. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ കോപം ഞങ്ങളിൽ നിന്ന് വിട്ടുമാറി. ഞങ്ങളുടെ ദൈവം തരുന്ന സമാധാനത്തെ കണ്ടു, ആശ്വാസത്തെ കണ്ടു. ഈ പ്രഭാതത്തിൽ ദൈവം സൃഷ്ടിക്കുന്ന ആ ദിവസത്തെ കുറിച്ച് പ്രത്യാശ നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടോ? നിനക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ഈ പ്രത്യാശയുള്ള ദിവസത്തെ കുറിച്ച് നിന്റെ ജീവിതത്തിൽ ഒരാശയുണ്ടോ? ആഗ്രഹമുണ്ടോ? നിശ്ചയമുണ്ടോ? എങ്കിൽ ദൈവം പറയാണ്, വിശ്വാസത്തിന്റെ വാക്കുകൾ നിന്നിൽ നിന്ന് ഉയരട്ടെ, അതുകൊണ്ട് ഞാൻ എന്റെ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യും. നിന്റെ വാക്ക് ആ നന്ദിയുടെ സ്വരം ഉയരുമ്പോൾ, ആ സ്തോത്ര സ്വരം ഉയരുമ്പോൾ ദേശത്ത് വലിയൊരു അത്ഭുതം സൃഷ്ടിക്കുന്ന വലിയൊരു വ്യത്യാസം, സ്ഫോടകാത്മകമായ അനേക കാര്യങ്ങൾ നിന്റെ ഭവനത്തിന് ചുറ്റും നടക്കുന്നതിനിടയായി തീരും. ജാതികൾ ഓടി വരും. ഇവിടെ എന്ത് സംഭവിച്ചു? സന്തോഷത്തിന്റെ തിമിർപ്പ്, ആശ്വാസത്തിന്റെ തിമിർപ്പ്, സമാധാനത്തിന്റെ ഉല്ലാസം നിന്റെ ജീവിതത്തിൽ കാണുമ്പോൾ സകല ഭൂസിമവാസികളും ഈ രക്ഷയുടെ പാതയിലേക്ക് വന്ന് ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന ആശ്വാസത്തെ അവരും പ്രാപിക്കുന്നതിനിടയായി തീരും. അതിന് നീ ഒരു മുഖാന്തരമായി തീരട്ടെ. ഈ സന്തോഷത്തിന്റെ ഈ വലിയ ആശ്വാസ വാക്കുകൾ നമ്മളിൽ നിന്ന് ഉയരുമ്പോൾ അനേകരുടെ രക്ഷയ്ക്ക് മാത്രമായി അത് മാറുന്നതിനിടയായി തീരും. ഗോഡ് ബ്ലെസ് യു.